സമ്പന്നമായ ചരിത്രമുള്ള നാടാണ് ഒമാൻ. പ്രകൃതി ഭംഗിയും സാംസ്കാരിക പൈതൃകവും ഇന്നലകളുടെ പ്രൗഢി വിളിച്ചോതുന്ന ചരിത്രശേഷിപ്പുകളും ധാരാളം സഞ്ചാരികളെയാണ് ഒമാനിലേക്ക് ആകർഷിക്കുന്നത്. ധോഫാർ ഗവർണറേറ്റിലെ ജബൽ സംഹാൻ പർവ്വതനിര ജൈവ വൈവിധ്യത്തിൻ്റെയും പ്രകൃതി വിസ്മയങ്ങളുടെയും കലവറയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2100 മീറ്ററാണ് ജബൽ സംഹാനിൽ ഉയരം കൂടിയ ഭാഗത്തിനുള്ളത്. ചില സ്ഥലങ്ങളിൽ 1000 അടി വരെ താഴ്ചയുള്ള മലയിടുക്കുകളുമുണ്ട്. കുന്തിരിക്കം, അക്കേഷ്യ തുടങ്ങി പല വൃക്ഷങ്ങളും ജബൽ സംഹാനിൽ കാണപ്പെടുന്നു. ഇവിടങ്ങളിൽ വസിക്കുന്ന മൃഗങ്ങൾക്കും മറ്റ് ജീവികൾക്കും യഥേഷ്ടം വെള്ളം ലഭിക്കുന്ന ഒട്ടേറെ ജലസ്രോതസ്സുകളും ഈ മലനിരയിലുണ്ട്. അറേബ്യൻ പുള്ളിപ്പുലിയാണ് ജബൽ സംഹാനിലെ പ്രധാനപ്പെട്ട ജീവി. അവയുടെ സംരക്ഷിത ആവാസ മേഖല കൂടിയാണിത്. അറേബ്യൻ മലയാടും കുറുക്കനും മുയലും തുടങ്ങി പല ജീവികളും ഇവിടെ കണ്ടുവരുന്നു. മേഘപാളികളോട് തൊട്ടുരുമി നിൽക്കുന്ന ജബലിൻ്റെ വ്യൂ പോയിന്റിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ വിശാലമായി കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മേഘക്കീറുകൾ കാണാൻ വല്ലാത്ത കൗതുകം തോന്നും. ഇത് കണ്ടാസ്വദിക്കാനായി ഇപ്പോൾ ധാരാളം സഞ്ചാരികൾ ജബൽ സംഹാനിലെത്തുന്നുണ്ട്. ഖരീഫ് കാലം ആഗതമാകുന്നതോടെ സഞ്ചാരികളുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടാവും. സഞ്ചാരികൾക്ക് വിശാലമായ സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. കല്ലുപതിച്ച നടപ്പാതകൾ, സുരക്ഷയ്ക്കായി കൈവരികൾ, പാർക്കിംഗ്, വ്യത്യസ്ത ഭാവങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്ന വ്യൂ പോയിന്റുകൾ, ഇതെല്ലാം ജബൽ സംഹാനെ എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവമാക്കി മാറ്റും. സലാലയിൽ വരുന്നവർ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഇടമാണിത്. ഖരീഫ് കാലമാകുമ്പോൾ കോടമഞ്ഞിൻ്റെ കുളിരും നേർത്ത മഴത്തുള്ളികളും പച്ചപുതച്ച സമതലങ്ങളും അവയിൽ യഥേഷ്ടം മേഞ്ഞു നടക്കുന്ന നാൽക്കാലികളും നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുക തന്നെ ചെയ്യും.